ആക്രമിക്കപ്പെട്ട കേസിൽ 8 വർഷങ്ങൾ ശേഷം വിധി വന്നിരിക്കുന്നു. ഒന്നാം പ്രതി പൾസർ സുനി അടക്കം 6 പ്രതികൾക്കാണ് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഇത്തരത്തിൽ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 20 വർഷം കഠിന തടവും 50,000 രൂപ പിഴയുമാണ് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 2017 മുതൽ നീണ്ട 8 വർഷക്കാലമുള്ള നിയമ പോരാട്ടത്തിന് ഒടുവിലിതാ വിധി വന്നിരിക്കുന്നു. 20 വർഷം കഠിന തടവും 6 പ്രതികൾക്കും 20 വർഷത്തെ കഠിന തടവും 50,000 രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. പൾസർ സുനി, മാർട്ടിൻ ആന്റണി, മണികണ്ഠൻ, VP വിജീഷ്, സലീം, പ്രദീപ് എന്നീ 6 പ്രതികൾക്കാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി വിനയ് ചേരുന്നുണ്ട്. വിനയ്, ഈ കോടതി വളപ്പിലെ ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെയാണ്? കോടതി വളപ്പിൽ എന്തായാലും കനത്ത സുരക്ഷ തന്നെയാണ് ഇപ്പോഴും പോലീസിന്റെ ഭാഗത്തു നിന്നും ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായും എടുത്തു പറയേണ്ട കാര്യം, പരമാവധി ശിക്ഷ നൽകണമെന്നായിരുന്നു കോടതിയോട് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതായത് ജീവപര്യന്തം, ഈ പ്രതികൾക്ക് ജീവപര്യന്തം നൽകണമെന്നൊരു ആവശ്യമായിരുന്നു പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ പ്രതികൾക്ക് 20 വർഷം കഠിന തടവും 50,000 രൂപ പിഴയുമാണ് കോടതി ചുമത്തിയിരിക്കുന്നത്. അങ്ങനെ പറയുകയാണെങ്കിൽ പരമാവധി ശിക്ഷയിൽ ഒരു ഇളവ് എന്ന് തന്നെ പറയാൻ കഴിയും. പക്ഷേ ഈ പ്രധാനമായും ഈ പൾസസിനെ ഉൾപ്പെടെ ഒന്നാം പ്രതിയായിട്ടുള്ള പൾസസിനെയാണ്, രണ്ടാമത്തെ മാർട്ടിൻ ആന്റണിയാണ്. ഈ പൾസസിനെ അടക്കം തന്നെ നേരത്തെ 8 വർഷത്തോളം ജയിലിൽ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 8 വർഷത്തോളം റിമാൻഡിൽ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാകുമ്പോൾ ഇനി ബാക്കി 12 വർഷം, ഈ 12 വർഷം പൾസസിന് ജയിലിൽ കടന്നാൽ മതി. മാർട്ടിൻ ആന്റണി ആണെങ്കിലും 7 വർഷത്തോളം ജയിലിൽ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബാക്കി 12 വർഷത്തോളം അല്ലെങ്കിൽ 12 വർഷത്തോളം ജയിലിൽ കഴിയുന്ന ഒരു സാഹചര്യം കഴിഞ്ഞാൽ മതി. മറ്റു പ്രതികളാണെങ്കിലും 2-3 വർഷത്തോളം ജയിലിൽ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ 2-3 വർഷം റിമാൻഡിൽ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള പ്രതികൾ ബാക്കി വർഷം കൂടി ജയിലിൽ കഴിയണമെന്നാണ് കോടതി ഇപ്പോൾ പ്രസ്താവിച്ചിരിക്കുന്ന വിധി എന്ന് പറയുന്നത്. ഈ വിധി വന്നതിന് പിന്നാലെ തന്നെ, കോടതി ഒരു ശിക്ഷാവിധി വിധിച്ചതിന് പിന്നാലെ തന്നെ മാർട്ടിൻ ആന്റണി കോടതി മുറിയിൽ കരയുന്ന ഒരു സാഹചര്യമാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. രാവിലെ ഈ കേസ് പരിഗണിക്കുമ്പോഴാണെങ്കിലും മാർട്ടിൻ കരയുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. താൻ തെറ്റൊന്നും തന്നെ ചെയ്തിട്ടില്ല എന്ന് ആവർത്തിക്കുന്ന ഒരു സാഹചര്യം. പക്ഷെ ഇനി കരഞ്ഞിട്ടോ അല്ലെങ്കിൽ തെറ്റ് ആവർത്തിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അത്രത്തോളം അല്ലെങ്കിൽ കോടതി കേസ് മുഴുവനായും നിരീക്ഷിച്ചു അല്ലെങ്കിൽ കോടതി കേസ് മുഴുവനായും പഠിച്ച ശേഷം മാത്രമാണ് ഈ ഒരു വിധി പ്രസ്താവിച്ചിരിക്കുന്നത്, ഈ ശിക്ഷയിലുള്ള വിധി പ്രസ്താവിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ പ്രധാനമായും ഈ കോടതി നേരത്തെ തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമാണ്, ഈ ശിക്ഷയിൽ വിധി പ്രസ്താവിച്ചതിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്, നീതിന്യായ റിപ്പോർട്ട് പരിശോധിക്കണം, പഠിക്കണം. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അല്ലെങ്കിൽ ഞങ്ങളെ വിമർശിക്കണമെങ്കിൽ ആ നീതിന്യായം പഠിച്ച ശേഷം മാത്രം വിമർശിക്കുക എന്നൊരു കാര്യം കോടതി ഉന്നയിക്കുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഒരു പക്ഷേ അതിജീവിതത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, ഈ പ്രോസിക്യൂഷനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അത്രത്തോളം അല്ലെങ്കിൽ ഈ പ്രോസിക്യൂഷൻ പ്രധാനമായും ഉന്നയിച്ച ഒരു കാര്യം തന്നെയാണ് പരമാവധി ശിക്ഷ നൽകുക എന്നത്. 20 വർഷത്തിൽ അല്ലെങ്കിൽ 20 വർഷത്തിൽ താഴെയുള്ള ശിക്ഷയെ പ്രതികൾക്ക് നൽകരുത് എന്ന് തന്നെയായിരുന്നു പ്രോസിക്യൂഷൻ പ്രധാനമായും പറഞ്ഞൊരു കാര്യം. അത് എന്തായാലും ഇപ്പോൾ നടന്നിരിക്കുകയാണ്. എല്ലാ പ്രതികൾക്കും 20 വർഷം വരെ ശിക്ഷ തന്നെയാണ് പ്രധാനമായും നൽകിയിരിക്കുന്നത്. ഈ റിമാൻഡ് കാലാവധി ശിക്ഷാവിധിയായി കണക്കിലാക്കി പൾസസിനിക്കും 12.5 വർഷം ശിക്ഷ അനുഭവിച്ചാൽ മതി. അതായത് 7.5 വർഷത്തോളം നേരത്തെ പൾസസിന് ഈ കേസുമായി ബന്ധപ്പെട്ട് റിമാൻഡിൽ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ റിമാൻഡ് കാലാവധി ശിക്ഷാവിധിയായി കണക്കാക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കിയുള്ള 12.5 വർഷം ഈ ശിക്ഷ അനുഭവിച്ചാൽ മതിയെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ റിമാൻഡ് മാർട്ടിന്റെ അഭിഭാഷകനാണെങ്കിലും മാർട്ടിൻ ആണെങ്കിലും ഏകദേശം ഈ കേസുമായി ബന്ധപ്പെട്ട് 7 വർഷത്തോളം ജയിലിൽ കഴിയുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 7 വർഷം റിമാൻഡ് കാലാവധിയായി പരിഗണിക്കും. അതിനുശേഷം ബാക്കിയുള്ള ശിക്ഷ അല്ലെങ്കിൽ ശിക്ഷാവിധിയായി കണക്കിലാക്കി ബാക്കിയുള്ള വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കണമെന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത്തരത്തിൽ തന്നെയാണ് ഓരോ പ്രതികളും ഈ കേസുമായി ബന്ധപ്പെട്ട് 2-3 വർഷം ജയിലിൽ കഴിയുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അതെല്ലാം തന്നെ റിമാൻഡ് കാലാവധി ശിക്ഷാവിധിയായി കണക്കാക്കുമെന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ശിക്ഷ ഇളവ് ചെയ്യണമെന്ന് വീണ്ടും കോടതിയിൽ ആവർത്തിക്കുന്ന മാർട്ടിന്റെ അഭിഭാഷകനെയാണ് പിന്നീട് കണ്ടിട്ടുണ്ടായിരുന്നത്. രാവിലെയാണെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ശിക്ഷയിൽ ഇളവ് വരുത്തണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ മാർട്ടിനാണെങ്കിലും താൻ തെറ്റൊന്നും തന്നെ ചെയ്തിട്ടില്ല, തന്റെ പേര് ഒരു പെറ്റി കേസ് പോലും നിലനിൽക്കുന്നില്ല എന്നടക്കം കോടതിയിൽ വാദിക്കുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ രാവിലെ ഈ കേസ് പരിഗണിച്ചപ്പോൾ പ്രധാനമായും ഈ കോടതി ഉന്നയിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം, ഒന്നാം പ്രതിയായിട്ടുള്ള പൾസസിന് ചെയ്തിട്ടിരിക്കുന്ന തെറ്റല്ല മറ്റ് 2 മുതൽ 6 വരെയുള്ള പ്രതികൾ ചെയ്തിരിക്കുന്നത്. ഈ ഒരേ ശിക്ഷ തന്നെ മറ്റു പ്രതികൾക്കും നൽകണമോ എന്ന് ആവർത്തിച്ച് കോടതി ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ പ്രോസിക്യൂഷൻ പറഞ്ഞത് പൾസസിന് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റു
മറ്റു പ്രതികളും അതിൽ ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാ പ്രതികളും ചെയ്ത തെറ്റ് ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രതിക്ക് മാത്രമല്ല എല്ലാ പ്രതികൾക്കും സമാനമായിട്ടുള്ള അല്ലെങ്കിൽ ഒരേ ശിക്ഷ തന്നെ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചിട്ടുണ്ട്. അവിടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രണ്ടാം പ്രതിയായിട്ടുള്ള മാർട്ടിൻ 3.5 വർഷമാണ് ജയിലിൽ കഴിയേണ്ടത്. കണ്ണൂർ ജയിലിലേക്ക് അയക്കണമെന്ന് ഡിജീഷിന്റെ ആവശ്യം പിന്നീട് പരിഗണിക്കാമെന്നാണ് കോടതി വ്യക്തമാക്കിയത്. രാവിലെ ഈ കേസ് പരിഗണിച്ച സമയത്ത് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ചോദിച്ച സമയമാണ് 4ാം പ്രതിയായിട്ടുള്ള വിജീഷ് കോടതിയിൽ പ്രധാനമായും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് തനിക്ക് തന്റെ വീട് തലശ്ശേരിയിലാണ്, അതുകൊണ്ട് തന്നെ കണ്ണൂർ ജയിലിലേക്ക് തന്നെ മാറ്റണമെന്നൊരു ആവശ്യം വിജീഷ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോൾ പിന്നീട് പരിഗണിക്കാമെന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. വിയൂർ ജയിലിലേക്ക് എല്ലാ പ്രതികളെയും മാറ്റുമെന്നാണ്, ഉടൻ തന്നെ മാറ്റുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വിധി കേട്ട ഉടൻ തന്നെ പ്രതികളിൽ 2ാം പ്രതിയായിട്ടുള്ള മാർട്ടിൻ പൊട്ടിക്കരയുന്ന സാഹചര്യമായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പീൽ നൽകുന്ന കാര്യം വിധി പകർപ്പ് കിട്ടിയ ശേഷമെന്നാണ് പ്രധാനമായും ഇപ്പൊ ഈ കേസുമായി ബന്ധപ്പെട്ട ഓരോരുത്തരുടെ പ്രതികരണം അടക്കം വരുന്നൊരു സാഹചര്യമുണ്ട്. മന്ത്രി പി രാജീവ് അടക്കം തന്നെ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. പ്രധാനമായും ഇനി അറിയേണ്ടത് അതിജീവിതയുടെ വിഷയം തന്നെയാണ്. അതിജീവിതൻ ഈ വിഷയത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുക, മേൽക്കോടതിയെ സമീപിക്കുമോ എന്ന കാര്യം അടക്കം അറിയേണ്ടതുണ്ട്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് 8ാം പ്രതിയായിട്ടുള്ള ദിലീപിനെ വിട്ടയച്ചതിന് പിന്നാലെ തന്നെ അതിജീവിതയുടെ പ്രതികരണം തേടിയപ്പോൾ അതിജീവിത പ്രധാനമായും വ്യക്തമാക്കിയത് ഇന്ന് ഈ കേസ് പരിഗണിച്ച ശേഷം മറ്റു പ്രതികൾക്ക് എന്താണ് ശിക്ഷ നൽകുന്നത്, അതിനുശേഷം മാത്രമായിരിക്കും ഈ വിഷയത്തിൽ പ്രതികരിക്കുക എന്നൊരു കാര്യമായിരുന്നു അതിജീവിതം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇനി അറിയേണ്ടത് അതിജീവിത മേൽക്കോടതിയെ സമീപിക്കാനുള്ള സാഹചര്യമുണ്ടോ എന്നൊരു കാര്യം തന്നെയായിരിക്കും. ഇനി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അപ്പീലിന് പോകും എന്നൊരു കാര്യം കൂടി പരിഗണിക്കും. പ്രധാനമായും പക്ഷെ എടുത്തു പറയേണ്ടത് 8ാം പ്രതിയായിട്ടുള്ള ദിലീപിനെ നേരത്തെ കുറ്റവിമുക്തനാക്കുന്ന ഒരു നടപടി ഉണ്ടായിരുന്നു. ദിലീപ് മാത്രമല്ല മറ്റ് പ്രതികളെയും 7 മുതലുള്ള പ്രതികളെ കുറ്റവിമുക്തനാക്കുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ കുറ്റവിമുക്തനാക്കാനുണ്ടായ സാഹചര്യം എന്താണ്, അതെല്ലാം തന്നെയാണ് ഇനി അറിയേണ്ട ഒരു കാര്യം. പ്രധാനമായും ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചനയ്ക്ക് മുഖ്യ പങ്കാളിത്തം നൽകിയതും അല്ലെങ്കിൽ ആ ഗൂഢാലോചനയ്ക്ക് മേൽനോട്ടം നൽകിയിട്ടുണ്ടായിരുന്നത് ദിലീപ് ആണെന്നൊരു ഒരു കാര്യമായിരുന്നു ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ച കോടതിയിൽ ദിലീപിനെ കുറ്റവിമുക്തനാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെതിരെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ കോടതിയെ തന്നെ വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ജഡ്ജിയായിട്ടുള്ള ഹാനിയം റോസിനെ അടക്കം തന്നെ ഹാനിയം വർഗീസിനെ അടക്കം തന്നെ വിമർശിക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അതെല്ലാം തന്നെ കോടതിയിൽ പരിഗണിച്ചിട്ടുണ്ട്. ഇനി അല്പസമയത്തിനകം തന്നെ ഈ വിധിയുടെ മുഴുവൻ പകർപ്പ് പുറത്തു വരും. ഈ പകർപ്പ് പുറത്തു വന്നതിന് ശേഷം മാത്രമായിരിക്കും എങ്ങനെയാണ് അല്ലെങ്കിൽ ദിലീപ് കുറ്റവിമുക്തനായി എന്ന കാര്യത്തിലൊരു വ്യക്തത വരികയുള്ളൂ. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ ഒരുപക്ഷെ ഈ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നടക്കം ഡിജിറ്റൽ തെളിവുകളടക്കം തന്നെ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു തെറ്റും ചെയ്യാതെ ഈ ഏകദേശം 84 ദിവസത്തോളം ദിലീപ് ജയിലിൽ കഴിയുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു തെറ്റും ചെയ്യാതെ ദിലീപ് ജയിലിൽ കിടക്കില്ലല്ലോ എന്നൊരു ചോദ്യമായിരുന്നു ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. അതിനെല്ലാം തന്നെ ഉത്തരം ലഭിക്കണമെങ്കിൽ ഇനി ഈ വിധി പകർപ്പ് പുറത്തു വരണം. ഈ വിധി പകർപ്പ് പുറത്തു വന്നതിന് ശേഷമായിരിക്കും ആരുടെ ഭാഗത്താണ് തെറ്റ് വന്നത്. ഒരുപക്ഷെ ഈ പ്രോസിക്യൂഷൻ നൽകിയ തെളിവുകളൊന്നും തന്നെ കൃത്യമായിട്ടുള്ള രീതിയിലായിരുന്നില്ല, അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈ വിധി പകർപ്പ് പുറത്തു വരണം. ഈ വിധി പകർപ്പ് പുറത്തു വരുമ്പോൾ ഒരുപക്ഷെ നിരവധിയായിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിരിക്കും പുറത്തു വരിക. എങ്ങനെയാണ് ഈ ശക്തമായിട്ടുള്ള പ്രതികൾക്കെതിരെ ശക്തമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കിയെന്ന് പ്രോസിക്യൂഷൻ പറയുന്നു, ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കിയെന്ന് പ്രോസിക്യൂഷൻ പറയുന്നു, ഈ ദിലീപിനെതിരെ കടുത്ത തെളിവുകൾ ഉണ്ടെന്ന് പ്രോസിക്യൂഷൻ പറയുന്നു. പക്ഷെ അതൊക്കെ തന്നെ എങ്ങനെയാണ് കോടതിയിൽ എത്തിയപ്പോൾ ഇല്ലാതായത്, അല്ലെങ്കിൽ ഗൂഢാലോചന തെളിയിക്കാൻ കഴിയാതിരുന്നത്, ദിലീപ് എങ്ങനെയാണ് കുറ്റവിമുക്തനായത് എന്നടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതെല്ലാം തന്നെ ഈ വിധി പകർപ്പ് പുറത്തു വന്നതിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് വ്യക്തമാവുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ 2ാം പ്രതി മുതൽ 6ാം പ്രതി വരെയുള്ള 6 വരെയുള്ള പ്രതികൾക്കാണ് ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 20 വർഷം കഠിന തടവും 50,000 രൂപ പിഴയുമാണ് വിധിച്ചിരിക്കുന്നത്. പ്രധാനമായും 120B ഗൂഢാലോചന, 366 തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കൽ, 376D ബലാത്സംഗം, 364B സ്ത്രീത്വത്തെ അപമാനിക്കൽ, 201 തെളിവ് നശിപ്പിക്കൽ, 212 പ്രതിയെ സംരക്ഷിക്കൽ, കൂടാതെ തന്നെ പൾസസുനിയുമായി ബന്ധപ്പെട്ട IT ആക്ടുകൾ അടക്കമുണ്ടായിരുന്നു. അതായത് സ്വകാര്യത ലംഘനം, വീഡിയോ ചിത്രീകരണം തുടങ്ങിയ കാര്യങ്ങൾ അടക്കമുണ്ടായിരുന്നു. അതെല്ലാം തന്നെ പരിഗണിച്ച ശേഷമാണ് ഈ പ്രതികൾക്കെല്ലാം തന്നെ ഒരേ ശിക്ഷ തന്നെ നൽകിയിരിക്കുന്നത്. പ്രോസിക്യൂഷൻ പ്രതിഭാഗത്തിന്റെ വാദം ഓരോ പ്രതികളും ചെയ്ത കുറ്റത്തിനനുസരിച്ച് അവർക്ക് ശിക്ഷകൾ നൽകണമെന്ന പ്രതിഭാഗത്തിന്റെ വാദം മാറ്റി വെച്ചുകൊണ്ടാണ് എല്ലാ പ്രതികൾക്കും ഒരേ ശിക്ഷ തന്നെ, ഒരു പ്രതി മാത്രമല്ല എല്ലാ പ്രതികളും ചെയ്തിരിക്കുന്ന
നടത്തുന്നത് ഒരേ തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരേപോലെ ശിക്ഷ അനുഭവിക്കണമെന്ന് കോടതി വ്യക്തമാക്കുകയും എല്ലാ പ്രതികൾക്കും 20 വർഷം തടവ് ശിക്ഷയും കൂടാതെ തന്നെ കഠിന തടവും 50,000 രൂപ പിഴയും നൽകിയിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രധാനമായും കൂട്ടബലാത്സംഗത്തിന് 20 വർഷമാണ് തടവ് നൽകുന്നത്. ഏറ്റവും കുറഞ്ഞ അല്ലെങ്കിൽ കൂട്ടബലാത്സംഗത്തിന് നൽകുന്ന ഏറ്റവും കുറവ് ശിക്ഷയാണ് ഈ ബലാത്സംഗം, അതായത് 20 വർഷം കഠിന തടവ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതലുള്ള ശിക്ഷയാണ് ജീവപര്യന്തം എന്ന് പറയുന്നത്. പക്ഷേ ജീവപര്യന്തത്തിലേക്ക് എത്തിയിട്ടില്ല. 20 വർഷമാണ് തടവ് നൽകിയിരിക്കുന്നത്. തട്ടിക്കൊണ്ടുപോകൽ, ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ തെളിഞ്ഞ സാഹചര്യത്തിലാണ് ഇപ്പോൾ 20 വർഷം പ്രതികൾക്ക് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. പൾസസുനിക്ക് IT ആക്ട് പ്രകാരമുള്ളത് കൊണ്ട് തന്നെ 5 വർഷം കൂടി തടവ് പിഴയും ശിക്ഷയും ലഭിച്ചിട്ടുണ്ട്. എല്ലാവരും ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്ന് തന്നെയാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതുതന്നെയാണ് 20 വർഷമാണ് കഠിന തടവിനും 50,000 രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ നിർണായകമായ വിധി വന്നിരിക്കുന്നു. കൂട്ട ബലാത്സംഗത്തിനാണ് 20 വർഷം തടവ് ശിക്ഷിച്ചിരിക്കുന്നത്. ഓരോ വകുപ്പിലുമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. പിഴ ഒടുക്കിയില്ലെങ്കിൽ 1 വർഷം കൂടുതൽ തടവുണ്ട്. തട്ടിക്കൊണ്ടുപോകൽ, ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. പൾസർ സുനിക്ക് IT ആക്ട് പ്രകാരം 5 വർഷം കൂടി തടവും പിഴയും ശിക്ഷ വിധിച്ചിട്ടുണ്ട്. മരണം വരെ ജീവപര്യന്തമായിരുന്നു പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. IPC 201 പ്രകാരമാണ് മാർട്ടിന് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ദൃശ്യങ്ങളടങ്ങിയ പെൻഡ്രൈവ് സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിക്കണമെന്ന കർശന നിർദ്ദേശം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. 376B പ്രകാരം എല്ലാവർക്കും 20 വർഷം കഠിന തടവിനാണ് ഇപ്പോൾ ശിക്ഷിച്ചിരിക്കുന്നത്. IT ആക്ട് 66 പ്രകാരമാണ് പൾസർ സുനിക്ക് 5 വർഷം കൂടുതൽ തടവിന് ശിക്ഷിച്ചിരിക്കുന്നത്. റിമാൻഡ് കാലാവധി ശിക്ഷാവിധിയായി കണക്കാക്കി പൾസർ സുനിക്ക് 12.5 വർഷം ശിക്ഷ അനുഭവിച്ചാൽ മതിയാകും. റിമാൻഡ് കാലാവധി കഴിഞ്ഞ് ശിക്ഷ അനുഭവിച്ചാൽ മതിയാകും. മാർട്ടിന്റെ അഭിഭാഷകൻ ശിക്ഷ ഇളവ് ചെയ്യണമെന്നൊക്കെ ആവർത്തിക്കുന്നുണ്ടായിരുന്നു. മാർട്ടിന് 13.5 വർഷമാണ് ശിക്ഷ. കണ്ണൂർ ജയിലിലേക്ക് അയക്കണമെന്ന വിജീഷിന്റെ ആവശ്യം പിന്നീട് മാത്രമേ കോടതി പരിഗണിക്കുകയുള്ളൂ. പ്രത്യേക അപേക്ഷയായി പിന്നീടായിരിക്കും ആ ഒരു ആവശ്യം പരിഗണിക്കുക. ബാക്കിയുള്ള പ്രതികൾക്ക് 15 വർഷത്തോളം കിടക്കേണ്ടി വരും. വിയൂർ ജയിലിലേക്ക് എല്ലാ പ്രതികളെയും മാറ്റും. വിധികെട്ട് മാർട്ടിൻ പൊട്ടിക്കരയുന്നൊരു സാഹചര്യവും ഉണ്ടായിരുന്നു. പ്രതികളെ എല്ലാം വിയൂർ ജയിലിലേക്ക് അയക്കും. 20 വർഷം കഠിന തടവും 50,000 രൂപ പിഴയുമാണ് നടിയെ ആക്രമിച്ച കേസിൽ പ്രതികൾക്കുള്ള ശിക്ഷാവിധി. വിവരങ്ങളുമായി രഞ്ജിൽ രാജ് ചേരുന്നു. രഞ്ജിൽ, നടിയെ ആക്രമിച്ച കേസിൽ ഇപ്പോൾ കാത്തിരുന്ന വിധി വന്നിരിക്കുന്നു. വിവരങ്ങൾ എങ്ങനെയാണ്? അത് തന്നെയാണ് അരുണിമ. കാരണം ഈ ഒരു കേസിൽ ഇപ്പോൾ വിധി വന്ന സമയത്ത് തന്നെ കോടതി 20 വർഷ തടവ് എന്ന് പറയുമ്പോഴും ഇപ്പോൾ ഈ ഒരു പ്രതികൾ വിചാരണ കാലഘട്ടത്തിൽ അനുഭവിച്ച റിമാൻഡിൽ കഴിഞ്ഞ സമയത്ത് അനുഭവിച്ച ശിക്ഷ ഇളവ് ചെയ്തതിനു ശേഷമുള്ള ബാക്കി കാലം മാത്രം, അല്ലെങ്കിൽ ബാക്കി വർഷം മാത്രം ജയിലിൽ കഴിഞ്ഞാൽ മതി എന്ന് തന്നെയാണ് കോടതി പറയുന്നത്. അതായത് ഈ ഒരു കേസിന്റെ വിചാരണ സമയത്ത് ഒന്നാം പ്രതിയായ പൾസർ സുനി 7.5 വർഷത്തോളം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് 12.5 വർഷം മാത്രം ജയിലിൽ കഴിഞ്ഞാൽ മതി. അതായത് ആ വിചാരണ സമയത്ത് റിമാൻഡിൽ കഴിഞ്ഞ ആ ഒരു ജയിലിൽ കഴിഞ്ഞ സമയം കുറച്ചുകൊണ്ടുള്ള ബാക്കി സമയം മാത്രം, ബാക്കി വർഷങ്ങൾ മാത്രം ജയിലിൽ കഴിഞ്ഞാൽ മതി എന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കുന്നത്. ഇതെല്ലാ പ്രതികൾക്കും ഒരുപോലെയായിരിക്കും. വിചാരണ സമയത്ത് അവർ ജയിലിൽ കിടന്ന ആ ഒരു കാലഘട്ടം അത് കുറച്ചതിന് ശേഷമുള്ള ബാക്കി വർഷങ്ങൾ മാത്രം ജയിലിൽ കഴിഞ്ഞാൽ മതി. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ പൾസർ സുനിക്ക് 12.5 വർഷം മാത്രമായിരിക്കും ശിക്ഷ എന്നുള്ളത് എടുത്തു പറയണം. ഈ ഒരു കേസ് പരിഗണിച്ച സമയത്ത് കോടതി പറഞ്ഞത് ഇവരുടെ പ്രായം പരിഗണിക്കുന്നു എന്നുള്ളതാണ്. ഇത്രയും വലിയൊരു നീചകൃത്യം നടത്തിയ അല്ലെങ്കിൽ കേരളം